മാധ്യമരംഗത്ത് നിന്ന് വന്ന ഒരാൾ മന്ത്രിയായപ്പോൾ മാധ്യമങ്ങൾ വേണ്ടത്ര പിന്തുണച്ചില്ലെങ്കിലും വിരോധമില്ല, ഒരു വൈരാഗ്യ ബുദ്ധിയോട് പെരുമാറുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ഞാൻ MLA ആയിരിക്കും ആദ്യം നിയമസഭയിൽ വന്നപ്പോഴില്ലേ, ആദ്യത്തെ എൻ്റെ ഒരു കോളിംഗ് അറ്റൻഷൻ വിഷ്വൽ മീഡിയയിലെ വേതന വ്യവസ്ഥകളെ സംബന്ധിച്ചായിരുന്നു. അപ്പോ ശ്രദ്ധക്ഷണിക്കൽ അവതരിപ്പിച്ചു. ഭരണപക്ഷത്തിനാണല്ലോ ആദ്യത്തെ 2 ശ്രദ്ധക്ഷണിക്കലുള്ള ഒരെണ്ണം ആദ്യം ഭരണപക്ഷം, രണ്ടാമത്തെ പ്രതിപക്ഷത്തിനാണ് കിട്ടുക. അപ്പോൾ ആ കോളിംഗ് അറ്റൻഷൻ അവതരിപ്പിച്ചതിന് ശേഷം ഒരു പിന്തുണയും മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അന്ന് അതിനകത്ത് അവതരിപ്പിച്ച ഒരു കാര്യം, ഈ വേതന വ്യവസ്ഥകളിൽ വലിയ അന്തരമുണ്ട്. പിന്നെ അതിലും ഈ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാത്തൊരു മേഖലയാണ് മാധ്യമ മേഖല. അപ്പോൾ അതുകൊണ്ട് അതിൽ ആ നിലയിലുള്ള ഇടപെടൽ എങ്ങനെയാണ് ഗവൺമെന്റിന് സാധ്യമാകുക, അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു അതിലേക്ക്. പക്ഷെ ഒരു തരത്തിലുള്ള സപ്പോർട്ടും അതിന് കിട്ടിയിട്ടില്ല എന്നുള്ളതും. അപ്പൊ അവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് പറഞ്ഞതുപോലെ ചില മാധ്യമങ്ങളെങ്കിലും ഇത്തരത്തിൽ വലിയ 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 എന്താണ് ഒരു വൈരാഗ്യത്തോടെ ഇടപെടുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അല്ലാതെ അനുഭവമാണ്. എപ്പോഴും ഞാൻ ഒരു മാധ്യമത്തിനെതിരെ ഇപ്പോൾ അടുത്തിടെ ഒരു മാധ്യമം ഒരു പടം പ്രസിദ്ധീകരിച്ചു. അതിൽ 2016 മുമ്പുള്ളൊരു ഫോട്ടോയാണ്. അപ്പോൾ അതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കുറേ പേര്, 4 പേര് ഒരു ബെഡിൽ, 2 പേര് കിടക്കുന്നു, 2 പേര് ഒരാൾ എന്തോ ആ ബെഡുമായിട്ട് ചേർന്ന് ഇത് ചെയ്തിട്ട് ഇത് IV ഇട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പടം കണ്ടിട്ട് മെഡിക്കൽ കോളേജിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്താണ്, ഇന്നത്തെ ഫോട്ടോ എനിക്ക് അയച്ചു തരാൻ പറഞ്ഞപ്പം അവർ ഫോട്ടോ അയച്ചു തന്നപ്പം ബെഡ് നമ്പർ സെയിം, പക്ഷെ വാർഡ് ഭയങ്കര വ്യത്യാസം. അപ്പൊ ഇതെനിക്കറിയില്ലല്ലോ, ഇത് ഇപ്പോഴത്തെ ഫോട്ടോ, ഞാൻ ഇപ്പോഴത്തെ ഫോട്ടോ ആണോ എന്ന്, കാരണം അങ്ങനെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ എടുത്തു തന്നപ്പം ആ വാർഡല്ല, പക്ഷെ അതേ വാർഡാണ്, അതേ ബെഡാണ്, വർഷങ്ങൾക്ക് മുൻപുള്ള ഫോട്ടോയാണ്. അപ്പൊ ഞാൻ അതിന്റെ എഡിറ്റർക്ക് എഴുതി, ഇതിൽ ഒന്നുകിൽ മാപ്പ് പറയണം, അല്ലെങ്കിൽ മറ്റ് തുടർന്ന് നിയമ നടപടികൾ സ്വീകരിക്കണം. ഒരു മറുപടി ഉണ്ടായില്ല. അപ്പൊ ഞാൻ തുടർന്ന് നിയമ നടപടികൾ സ്വീകരിക്കാൻ തന്നെ തീരുമാനിച്ച് അതിന്റെ നടപടികൾ സ്വീകരിക്കുകയാണ്. അതോടൊപ്പം ഒരു സത്യവുമായിട്ടൊരു ബന്ധമില്ലാത്ത നിലയിൽ വാർത്തകൾ കൊടുക്കുക എന്നുള്ളത്, അത് ചില മാധ്യമങ്ങളിൽ ആ നിലയിലാണ്